പ്രചോദനാത്മകമായ കഥകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നന്മ ചെയ്യുന്നതിൽ മനസ്സുറപ്പിക്കുക. ഇത് വീണ്ടും വീണ്ടും ചെയ്യുക, നിങ്ങൾ സന്തോഷം കൊണ്ട് നിറയും. ബുദ്ധൻ. നന്മ ചെയ്യുന്നതിൽ മനസ്സുറപ്പിക്കുക. അത് വീണ്ടും വീണ്ടും ചെയ്യുക, നിങ്ങൾ സന്തോഷത്താൽ നിറയും. സന്തോഷവും നിറയ്ക്കാനുള്ള ഒരു മാർഗമെന്ന നിലയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഈ പ്രസ്താവന ഊന്നിപ്പറയുന്നു. ഈ പ്രസ്താവനയിൽ നിന്ന് ഉരുത്തിരിയാൻ കഴിയുന്ന നിരവധി പ്രധാന പ്രചോദനാത്മക പോയിന്റുകളുണ്ട്. ഉദ്ദേശ്യപൂർണമായ ജീവിതം. നന്മ ചെയ്യുന്നതിൽ ഹൃദയം സ്ഥാപിക്കുന്നതിലൂടെ വ്യക്തികൾ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യവുമായി തങ്ങളെ തന്നെ അണിനിരത്തുന്നു. ഈ ഉദ്ദേശ്യം വ്യക്തിപരമായ ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ നേടുക മാത്രമല്ല, ചുറ്റുമുള്ളവരുടെ മഹത്തായ നന്മയ്ക്കായി സംഭാവന ചെയ്യുക കൂടിയാണ്. കൃതജ്ഞതയും ദയയും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നോടും മറ്റുള്ളവരോടും നന്ദിയും ദയയും ഉണ്ടാകാം. നമ്മൾ ദയയും ഉദാരതയും ഉള്ളവരായിരിക്കുമ്പോൾ പ്രത്യുപകാരമായി സ്നേഹവും പോസിറ്റിവിറ്റിയും സ്വീകരിക്കാൻ നാം സ്വയം തുറക്കുന്നു. വ്യക്തിഗത വളർച്ച. നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ശീലം നിലനിർത്തുന്നത് വ്യക്തിഗത വളർച്ചയ്ക്കും വികാസത്തിനും ഇടയാക്കും. നമ്മൾ മറ്റുള്ളവരിൽ നല്ല സ്വാധീനം ചെലുത്തുന്നുവെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ശക്തിയും ആത്മവിശ്വാസവും തോന്നുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാക്കും. ഈ പോയിന്റുകൾ വ്യക്തമാക്കുന്ന പ്രചോദനാത്മകമായ ഒരു കഥ ലില്ലി എന്ന കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ്. ലില്ലി എല്ലായ്പ്പോഴും ജിജ്ഞാസയും സാഹസികതയും ഉള്ളവളായിരുന്നു. പക്ഷേ ഒരു പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ ഇടറി വീഴുന്നവരെ യഥാർത്ഥത്തിൽ അഭിനിവേശമുള്ളതായി ഒന്നും കണ്ടെത്തിയില്ല. അന്നുമുതൽ എല്ലാ വാരാന്ത്യങ്ങളിലും ഷെൽട്ടറിൽ സന്നദ്ധ സേവനം നടത്തുക, മൃഗങ്ങളുമായി കളിക്കുക, കൂടുകൾ വൃത്തിയാക്കുക, ഭക്ഷണവും സാധനങ്ങളും സംഭാവന ചെയ്യുക എന്നിവ അവൾ അവളുടെ ദൗത്യമാക്കി. ആദ്യം ലില്ലി അസ്വസ്ഥനായിരുന്നു, സ്വയം ഉറപ്പില്ലായിരുന്നു. എന്നാൽ അവൾ അഭയകേന്ദ്രത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ അവൾക്ക് ലക്ഷ്യബോധവും സന്തോഷവും അനുഭവപ്പെടാൻ തുടങ്ങി. നായ്ക്കളും പൂച്ചകളും അവയുടെ വാല് കുലുക്കുന്നതും നന്ദിസൂചകമായി അവയ്ക്ക് ഭക്ഷണം നൽകുന്നതും അവൾ ആസ്വദിച്ചു. കൂടാതെ ഇളയ മൃഗങ്ങൾ കളിക്കാൻ പഠിക്കുന്നതും അവരുടെ പുതിയ ചുറ്റുപാടുകളിൽ ആശ്വാസം കണ്ടെത്തുന്നതും അവൾ ഇഷ്ടപ്പെട്ടു. കാലക്രമേണ അഭയകേന്ദ്രത്തിൽ സന്നദ്ധസേവനം നടത്താനുള്ള ലില്ലിയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തവുമായി. അവളോടൊപ്പം ചേരാൻ അവൾ അവളുടെ സുഹൃത്തുക്കളെ റിക്രൂട്ട് ചെയ്തു. അഭയകേന്ദ്രത്തിലെ എല്ലാ മൃഗങ്ങൾക്കും സ്നേഹമുള്ള വീടുകൾ കണ്ടെത്താൻ സഹായിക്കുന്നതിന് അവർ ഒരുമിച്ച് ധനസമാഹരണ പരിപാടികളും ബോധവൽക്കരണ കാമ്പയിനുകളും സംഘടിപ്പിച്ചു. അവൾ സൽക്കർമ്മങ്ങൾ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഇതുവരെ സാധ്യമല്ലെന്ന് തോന്നിയ സന്തോഷവും ലക്ഷ്യബോധവും ലില്ലിയിൽ നിറഞ്ഞു. ഈ മൃഗങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതിൽ അവൾക്ക് നന്ദി തോന്നി. അവർ പരസ്പരം കൊണ്ടുവന്ന സന്തോഷവും കാണാൻ അവൾ ഇഷ്ടപ്പെട്ടു. അവസാനം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ലോകത്തിൽ ഒരു മാറ്റമുണ്ടാക്കുക മാത്രമല്ല, സ്വന്തം ജീവിതത്തെ അർത്ഥവത്തായതും സന്തോഷകരവുമായ വഴികളിൽ സമ്പന്നമാക്കുക കൂടിയാണെന്ന് ലില്ലി മനസ്സിലാക്കി. മാത്രമല്ല, എന്തു വന്നാലും അവൾ ചെയ്ത നന്മകൾ കാരണം അവളെ ജീവിതത്തിലൂടെ കൊണ്ടുപോകാനുള്ള ലക്ഷ്യബോധവും അഭിനിവേശവും അവൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഈ കഥയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാന കാര്യം ഒരു മാറ്റമുണ്ടാക്കുന്നതിൽ സ്ഥിരോത്സാഹത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പ്രാധാന്യമാണ്. ലില്ലി 1-2 തവണ അഭയകേന്ദ്രത്തിൽ സന്നദ്ധ സേവനം നടത്തിയില്ല, പക്ഷേ അവൾ അത് ഒരു സ്ഥിരം ശീലമാക്കി. ലോകത്ത് നല്ല സ്വാധീനം ചെലുത്തുന്നത് ഒറ്റരാത്രി കൊണ്ട് സംഭവിക്കാൻ പോകുന്നതല്ല, മറിച്ച് നിരന്തരമായ പരിശ്രമത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും സംഭവിക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. കൂടാതെ അഭയകേന്ദ്രത്തിലെ ലില്ലിയുടെ അനുഭവം സഹാനുഭൂതിയുടെയും അനുകമ്പയുടെയും പ്രാധാന്യം അവളെ പഠിപ്പിച്ചു. അഭയകേന്ദ്രത്തിലെ മൃഗങ്ങളെ പരിപാലിക്കുന്നതിലൂടെ ലോകത്തെ അവരുടെ വീക്ഷണകോണിൽ നിന്ന് കാണാനും അവ സഹിച്ച വേദനയും കഷ്ടപ്പാടുകളും തിരിച്ചറിയാനും അവൾ പഠിച്ചു. ഈ സഹാനുഭൂതി അവളെ സഹായിച്ചു. കണ്ടതിന് നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.